I am Bijoy Snell, former officer of Food Corporation of India, current affairs ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. 3-4 ദിവസം ക്ലാസ് എടുക്കാൻ പറ്റാത്തത് ഈ SBIയുടെ മെയിൻസിന്റെ എക്സാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്ലാസ്സസ് എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നതുകൊണ്ടാണ്. അപ്പം വീണ്ടും നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ചൈന ഹിറ്റ്സ് ബാക്ക് വിത്ത് 34% താരിഫ് ഓൺ ഓൾ US പ്രോഡക്ട്സ്. അപ്പോൾ വേൾഡ് ഈസ് ഓൺ ദ വെർജ് ഓഫ് എ ട്രേഡ് വാർ. ദാറ്റ്സ് വൈ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് crashed yesterday. India's Sensex lost almost 934 points yesterday. എല്ലാവർക്കും അത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും വലിയ നഷ്ടമൊന്നുമില്ല. മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നവർക്ക് വലിയ ഒരു വ്യത്യാസം കാണാം. അത് മെയിൻലി ബിക്കോസ് ഓഫ് ഡൊണാൾഡ് ട്രംപ്സ് ആക്ഷൻസ് ആണ്. അദ്ദേഹം ലോകത്തിലെ മിക്കവാറുള്ള എല്ലാ രാജ്യങ്ങൾക്കും എഗെയിൻസ്റ്റ് ആയിട്ട് താരിഫ്സ് ഏർപ്പെടുത്തി, ഇൻക്ലൂഡിംഗ് ഇന്ത്യ. ഇന്ത്യക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് 26% ആണ്. 27 ആയിരുന്നു ആദ്യം ഏർപ്പെടുത്തിയത്. ബട്ട് യെസ്റ്റർഡേ ദേ റെഡ്യൂസ്ഡ് 1%. നൗ ഇഫക്റ്റീവ്ലി ഇന്ത്യ ഈസ് ഗോയിങ് ടു pay 26% tariff when our companies are entering into US with their products. ചൈനയ്ക്കെതിരെ 34%, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്കെതിരെ. ഞാനിങ്ങനെ ഓരോ രാജ്യങ്ങൾക്കെതിരെയുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. റഷ്യക്കെതിരെ മാത്രം ഇല്ല. പക്ഷേ റഷ്യക്ക് അങ്ങോട്ട് US-ലോട്ട് ഒരു പ്രോഡക്റ്റ്, റഷ്യക്കെതിരെ US-ന്റെ ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്. ബിക്കോസ് ഓഫ് ദ ആക്ഷൻസ് ഓഫ് റഷ്യ ഇൻ യുക്രൈൻ, US imposed a lot of sanctions against Russia and Russia is not selling any product to US. So ഇഫക്റ്റീവ്ലി റഷ്യക്ക് 0% താരിഫ് ആണെങ്കിലും അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ ഈ ഒരു താരിഫ് ഏർപ്പെടുത്തുന്നതുകൊണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള എക്കണോമീസിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവും, വേൾഡിൽ ട്രേഡ് വാർ ഉണ്ടാവുമ്പോഴാണ് ചൈന റീറ്റാലിയേറ്ററി താരിഫ്സ് ഏർപ്പെടുത്തിയിരുന്നില്ല US-ന് അഗേൻസ്റ്റ് ആയിട്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഓൾ കൺട്രീസ് ഇൻ ദ വേൾഡ് ആർ ഗോയിങ് ടു പുട്ട് retaliatory tariff, impose retaliatory tariffs against US actions. European Union is contemplating that idea. Many countries in Europe, Canada, everyone is going to take action against this US reaction, അല്ലെങ്കിൽ US-ന്റെ പിന്നെ താരിഫ്. അപ്പൊ ഇത് ലോകത്ത് നമ്മുടെ GDP-യിൽ വരെ കുറവ് വരുത്തുന്ന പറയുന്നത്. ഇന്ത്യയുടെ GDP-യിൽ 0.2% തൊട്ട് 0.3% വരെ കുറവ് ഈ പറഞ്ഞ US-ന്റെ ആക്ഷൻ കൊണ്ടുണ്ടാകും എന്ന് പറയപ്പെടുന്നുണ്ട്. ബട്ട് ഇന്ത്യ ഈസ് ഹാവിങ് എ സിൽവർ ലൈനിങ് ഓൾസോ. കാര്യം ഇന്ത്യ ഈസ് doing discussion with US to make a bilateral trade agreement. അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, BTA bilateral trade agreement. അത് ഈ വർഷം അവസാനത്തോടെ നിലവിൽ വരും. അത് വരുമ്പോൾ കുറെ താരിഫ്സ് ഒക്കെ ഒഴിവായി കിട്ടും ഇന്ത്യക്ക്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രോഡക്ട്സിനെക്കാളും കൂടുതൽ പ്രോഡക്റ്റ് ചൈന ഉൾപ്പെടുന്ന രാജ്യങ്ങൾക്കെതിരെയുള്ള പ്രോഡക്ട്സിന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ, ബംഗ്ലാദേശിന്റെ, ഇവരുടെയൊക്കെ അപ്പാരൽ പ്രോഡക്ട്സിനൊക്കെ കൂടുതൽ താരിഫ്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഇവരൊക്കെയാണ് ലോകത്തിൽ ഇന്ത്യയെക്കാളും വലിയ എക്സ്പോർട്ടേഴ്സ് ഓഫ് അപ്പാരൽ പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ്. അപ്പൊ അതായത് US-ൽ ഇവരുടെ പ്രോഡക്ട്സ് കോമ്പറ്റേറ്റീവ് അല്ലാതായി മാറും. കൂടുതൽ വില കൊടുക്കേണ്ടി വരും US-കാർക്ക്. അപ്പൊ അവർ ഇന്ത്യൻ പ്രോഡക്റ്റിനെ പ്രിഫർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് എക്കണോമിസ്റ്റുകൾ പറയുന്നത്. അതുപോലെ ഇന്ത്യയുടെ നോട്ടഡ് എക്കണോമിസ്റ്റായ രഘുറാം രാജൻ, ഫോർമർ ഗവർണർ ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ എക്കോണമിയിൽ മിനിമൽ ഇമ്പാക്ട് മാത്രമേ ഇത് ഉണ്ടാക്കുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് മേ ബി, ടുഡേസ് ഹിന്ദു ന്യൂസ് പേപ്പർ ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഈസ് അബൌട്ട് ദ US താരിഫ് ആൻഡ് ചൈനാസ് റീറ്റാലിയേഷൻ. ഓക്കെ. രണ്ടാമത്തെ, രാജ്യസഭ ക്ലിയേഴ്സ് ന്യൂ വഖഫ് ബിൽ ആഫ്റ്റർ 14 hours ഓഫ് ഡിബേറ്റ്. വഖഫ് അമെൻമെന്റ് ബിൽ 2024 എന്ന ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്ന, ഇപ്പൊ അതിന്റെ പേര് വഖഫ് അമെൻമെന്റ് ബിൽ 2025 എന്നാക്കി. ബിക്കോസ് ദാറ്റ് വാസ് പാസ്ഡ് ഇൻ ഇന്ത്യൻ പാർലമെന്റ് ഇൻ 2025. സോ വഖഫ് അമെൻമെന്റ് ബിൽ 2025 അത് മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങളിൽ കുറെ മാറ്റങ്ങൾ വരികയാണ്. വഖഫ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റേറ്റുകളിൽ വഖഫ് ബോർഡും, ഈ എല്ലാ സ്റ്റേറ്റുകളിലുള്ള വഖഫ് ബോർഡിനെ ഏകോപിപ്പിക്കാൻ ഇന്ത്യയിൽ ഒരു വഖഫ് കൗൺസിലും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഒരു വഖഫ് ട്രിബ്യൂണലും ഉണ്ട്. പക്ഷേ ഇതിന്റെയൊക്കെ നടപടിക്രമങ്ങളിൽ കുറെ മാറ്റം വരുത്തുന്ന നിയമമാണ് വഖഫ് അമെൻമെന്റ് ബിൽ 2025 എന്ന് പറയുന്നത്. That was passed in the Lok Sabha day before yesterday. In Rajya Sabha it was passed in yesterday, and now it is going to the president's table for getting assent. And many opposition parties are saying this bill is anti-constitutional. It is encroaching the religious rights of Muslims. So some opposition MPs approached the Supreme Court of India citing this bill as anti-constitutional. If Supreme Court find this bill as this act as ഇപ്പോൾ the bill ആണ് പ്രസിഡന്റിന്റെ സൈൻ കിട്ടുമ്പോൾ അത് ആക്ട് ആവും. അത് ആന്റി കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് സുപ്രീം കോടതിക്ക് പരിശോധിക്കാം. ദാറ്റ് ഇസ് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇന്ത്യൻ പാർലമെന്റിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ വിത്തിൻ ദ ആംബിറ്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്ന് പരിശോധിക്കണം. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഇൻ ദ
ambit of Indian constitution that can be strike down അതിനെ ഇല്ലാതാക്കാം. അതിനെയാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ജുഡീഷ്യൽ റിവ്യൂ ഇനി ഉണ്ടാവും ഇതിന്റെ മുകളിൽ. അവര് തീരുമാനിക്കട്ടെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ എന്നൊക്കെ. ഓക്കെ, whatever it may be, Indian Parliament completely passed the Waqf Amendment Bill 2025. That means Lok Sabha and Rajya Sabha, both of them passed it. Now the ball is in the court of President of India. She will sign it because അത് ഉറപ്പാണ്. അപ്പം അത് നിയമമായി കഴിഞ്ഞാൽ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ പ്രസിഡന്റ് വിത്ത്ഹോൾഡ്സ് അസെന്റ് ടു ആന്റി നീറ്റ് ബിൽ. നീറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാലോ, നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ്. ഇന്ത്യയിലെ മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദേശീയ തലത്തിലുള്ള ഏകീകൃത ടെസ്റ്റ് നീറ്റ്. പക്ഷേ ഈ നീറ്റിന് അഗേൻസ്റ്റ് ആയിട്ട് തമിഴ്നാട് ഒരു സ്റ്റാൻഡ് എടുത്തു. എന്നിട്ട് അവരുടെ നിയമസഭയിൽ നീറ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ബില്ല് പാസ്സാക്കി. പക്ഷെ അത് ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയ പ്രസിഡന്റ് സൈൻ ചെയ്ത എഗ്രിമെന്റ് ആയതുകൊണ്ട്, ആക്ട് ആയതുകൊണ്ട് അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ പ്രസിഡന്റിന് അപ്രൂവൽ വേണം. സോ ഈ തമിഴ്നാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി നീറ്റിന് വേണ്ടാന്നൊരു ബില്ല് പാസ്സാക്കിയിട്ട് പ്രസിഡന്റിന്റെ അപ്രൂവൽ അയച്ചു. പക്ഷേ പ്രസിഡന്റ് അപ്രൂവൽ കൊടുത്തില്ല. അപ്പോൾ തമിഴ്നാട്ടിൽ ഇനിയും നീറ്റ് കാണും. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ മോഡി ആൻഡ് യൂനിസ് സെറ്റ് aside differences, discuss minority situation at border. Muhammad Yunus, the interim ruler of Bangladesh, and Narendra Modi met for the first time after this Muhammad Yunus took over the reins of Bangladesh. Where in Bangkok. അവിടെയാണ് മീറ്റ് ചെയ്തത്. ബിക്കോസ് മോദി, യൂനിസ്, both of them are attending BIMSTEC summit. BIMSTEC. What is BIMSTEC? Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation. Bay of Bengal Initiative for Multi-Sectoral Technical and Economic Cooperation, that is BIMSTEC. BIMSTEC is a 7-nation grouping. 7 nations are there. Now you can understand India and Bangladesh are members of that grouping. So 2 members നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 5 more members are there. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ ആൻഡ് തായ്ലൻഡ്. ശ്രീലങ്ക, ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ, തായ്ലൻഡ്. ബാക്കി 2 രാജ്യങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും. സോ 7 nations are there and BIMSTEC's headquarters is in Dhaka. ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ ആണ്. അവിടെയാണ് BIMSTECന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. സോ BIMSTECന്റെ ഇപ്പോഴത്തെ മീറ്റിംഗ് തായ്ലൻഡിൽ വെച്ചായിരുന്നു. അതിൽ പങ്കെടുക്കാൻ പോയപ്പോഴാണ് ഒരു നോർമൽ ട്രഡീഷൻ ഇൻ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, മാൽദീവ്സ്, ശ്രീലങ്ക like countries is to once a new government is formed or once a new president or prime minister is sworn in those countries, they will visit India first. That is normal tradition. But Bangladesh President Muhammad Yunus visited China first. Nepal's new Prime Minister KP Sharma Oli visited China first. Both of them gave the explanation that India government didn't respond to their request to visit India first. അത് സത്യമാണ്. അവര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ. പക്ഷേ ഇന്ത്യ എന്തോ അവരോട് കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരിക്കും ഇന്ത്യ അതിന് വലിയ താല്പര്യം കാണിച്ചില്ല. എന്തായാലും അവരൊക്കെ ചൈനയാണ് ആദ്യം വിസിറ്റ് ചെയ്തത്. അപ്പൊ എന്തായാലും ബംഗ്ലാദേശുമായിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ബംഗ്ലാദേശി ഹിന്ദുസിന് അവിടെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ബൗണ്ടറി ഡിസ്പ്യൂട്ട്. ബൗണ്ടറിയിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഒക്കെ സോൾവ് ചെയ്താണ്. പക്ഷെ ബൗണ്ടറിയിൽ മറ്റു ചില വിഷയങ്ങളുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ അവിടെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ബംഗ്ലാദേശിൽ, ഇന്ത്യൻ കമ്പനീസ് ഒക്കെ നടത്തിയേക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പറയുന്നത് കോഡിയൽ അറ്റ്മോസ്ഫിയറിൽ. പിന്നെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണറിന്റെ പേര് പഠിച്ചു വെച്ചാണ്. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. ജമ്മു ആൻഡ് കാശ്മീരിന്റെ ചീഫ് മിനിസ്റ്റർ ഒമർ അബ്ദുള്ള. ചീഫ് മിനിസ്റ്റർ ഈസ് ഒമർ അബ്ദുള്ള. ലെഫ്റ്റനന്റ് ഗവർണർ ഈസ് മനോജ് സിൻഹ. ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ സ്റ്റേറ്റ്സ് പേജ് ആണ് ആദ്യത്തത്. സ്റ്റേറ്റ്സ് പേജില് അസാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. അസാമിലെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽസിനെ കുറിച്ചൊക്കെയാണ് ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അസാം ആക്ച്വലി ഇന്ത്യയിലെ NRC നടപ്പാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സ്റ്റേറ്റ് ആണ്. NRC. വാട്ട് ഈസ് NRC? National Registry of Citizens. As per the directions of Supreme Court of India, Assam government conducted NRC, National Registry of Citizens in India. So Assam is the only one state which implemented NRC. Why?
Assam wants to find out who are the illegal immigrants to Assam. Mainly Bangladeshi people are illegal immigrants to Assam because Bangladesh is having a huge land boundary with Assam. In 1971 there was Bangladesh liberation war ഒക്കെ നടന്ന ആ സമയത്ത് പാകിസ്ഥാന്റെ പീഡനങ്ങൾ പേടിച്ച് ഒരുപാട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് കുടിയേറി. അവരെല്ലാം മിക്കവാറും ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അപ്പൊ അവരെയൊക്കെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് NRC അവിടെ നടപ്പാക്കിയത്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. Who is the Chief Minister of Assam? Himanta Biswa Sharma. Himanta Biswa Sharma is the Chief Minister of Assam. പിന്നെ ബാക്കി ഇപ്പൊ ഇതിൽ 1984 റയറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ്, ഒരു ന്യൂസ് അവിടെ പറയുന്നുണ്ട്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട 1984 റയറ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ആന്റി-സിഖ് റയറ്റ്. വാട്ട് വാസ് ദ ട്രിഗർ ഫോർ ആന്റി-സിഖ് റയറ്റ് ഇൻ ഇന്ത്യ? Anti-Sikh riot was happened because of the fact that Indira Gandhi, India's only one woman prime minister, Indira Gandhi was murdered by Sikh security guards. സിഖുകാരായിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ആണ് ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. അതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ്, some of the Congress leaders orchestrated this anti-Sikh riot. Thousands of Sikh people were killed in the streets of Delhi in 1984. ഓക്കെ, അപ്പം അതാണ്. അപ്പൊ അതിന്റെ കേസ് ഇപ്പോഴും നടക്കുന്നേ ഉള്ളൂ. എന്തിനാണ് സിഖുകാരായിട്ടുള്ള അംഗരക്ഷകരെ, സെക്യൂരിറ്റി ഗാർഡിനെ ഇന്ദിരാഗാന്ധി വെടിവെച്ച് കൊല്ലാൻ പ്രേരിപ്പിച്ചത്? ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ. വാട്ട് വാസ് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ? Khalistan movement was started in 1980s in Punjab to separate Punjab from India and to make it an independent nation of Khalistan. The spearhead of that movement was Jarnail Singh Bhindranwala. He was the spearhead of this movement. So Punjab police, Indian administration, everyone tightened news around them, and to escape from the police and military actions, they took the shelter inside the holy temple, holy Gurudwara of Sikh people, that is Golden Temple in Amritsar. They thought, since it is the holiest place of Sikh people, the police, army, etc. won't enter inside the Golden Temple. World's biggest Gurudwara ആണ് Golden Temple. പക്ഷെ ഇന്ദിരാഗാന്ധി asked the army men to enter inside the temple. എന്നിട്ട് ഇവരെല്ലാവരെയും, ടെമ്പിൾ അല്ല ഗുരുദ്വാര, ഇവരെല്ലാവരെയും കൊന്നു. അതാണ് ഇവരെ ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള ഒരു ദേഷ്യമായിട്ട് മാറുന്നത്, അവരെ കില്ല് ചെയ്യുന്നതൊക്കെ. ഓക്കെ, പിന്നെ മഹാരാഷ്ട്ര CM ദേവേന്ദ്ര ഫട്നാവിസിന്റെ പേരൊക്കെ ഇവിടെ കാണാം. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ മുസ്ലിംസ് കുറെ ആൾക്കാരൊക്കെ ഇപ്പം വഖഫ് ബില്ലിന് അഗേൻസ്റ്റ് ആയിട്ട് പ്രതിഷേധിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കും. കാര്യം അവരെ മതവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണല്ലോ അധികം വരുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പ്രതിഷേധം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ എഡിറ്റോറിയൽ പേജിൽ പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞ അമേരിക്കൻ റിട്രീറ്റ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ച അമേരിക്ക പുറകിലേക്ക് പോകുന്നു. സമാനമായ സംഭവങ്ങൾ ഹിസ്റ്ററിയിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. 1971 റിച്ചാർഡ് നിക്സൺ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലെടുത്ത ചില നടപടികൾ വേൾഡില് വലിയ വിലക്കയറ്റത്തിന്, ഇൻഫ്ലേഷനും പെട്രോളിയം പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. പെട്രോളിയത്തിന്റെ പ്രൈസിലൊക്കെ വലിയ ഇൻക്രീസ് ഉണ്ടാവാൻ റിച്ചാർഡ് നിക്സന്റെ 1971 ചില തീരുമാനങ്ങൾ കാരണമായിട്ടുണ്ട്. അതുപോലെ 1920s അവസാനം അന്നത്തെ ഒരു അമേരിക്കൻ പ്രസിഡന്റ്, പേര് ഞാൻ മറന്നുപോയി, എടുത്ത ചില തീരുമാനങ്ങൾ 1930 വലിയ സാമ്പത്തിക പ്രതിസന്ധി ലോകത്തുണ്ടാവുന്നതിന് കാരണമായിട്ടുണ്ട്, അമേരിക്കയിൽ പ്രത്യേകിച്ച്. അതിന് തുല്യമായ നടപടികളാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോ ഈ കൗണ്ടർ താരിഫ്സ് ഏർപ്പെടുത്തുന്നു. ഈ മെയിൻലി ട്രേഡ് ഡെഫിസിറ്റ് എന്നുള്ളൊരു ടേം ഉണ്ട്. ട്രേഡ് ഡെഫിസിറ്റ്, ഇതാണ് നിങ്ങൾ ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഒരു ഡിഫറൻസ് ആണ്. ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട്. US is one of the biggest exporters in the world. ഇന്ത്യയിലേക്ക് അവർ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നെറ്റ് ആയിട്ട് നോക്കുമ്പോൾ ലോകത്തേക്ക് US പല രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഡിഫറൻസ് എടുക്കുമ്പോൾ അവർക്ക് ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണ്.
മൊത്തം എടുക്കുമ്പോൾ. അപ്പൊ അത് ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, when one product, take the example of India, one Indian product is entering inside the US market, US is imposing certain tariffs, certain taxes on that product. Okay, same way India is also imposing tariffs on US products. ഒരു മോട്ടോർ സൈക്കിളിന്റെ കേസ് എടുത്താൽ, ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ അങ്ങോട്ട് കയറ്റി അയക്കുന്നുണ്ട്, നമ്മൾ റോയൽ എൻഫീൽഡ് ഒക്കെ ഉൾപ്പെടെ. അവിടെ അമേരിക്കയിൽ അവർ നേരിടേണ്ടുന്ന ടാക്സും അമേരിക്കയുടെ മോട്ടോർ സൈക്കിൾസ് ഒക്കെ ഇന്ത്യയിലേക്ക് വരുമ്പം നേരിടേണ്ടി വരുന്ന ടാക്സ്, ഹാർലി ഡേവിഡ്സൺ ഒക്കെ നേരിടേണ്ടി വരുന്ന ടാക്സും തമ്മിലുള്ള ഡിഫറൻസ് ഹ്യൂജ് ആണ്. അമേരിക്കൻ കമ്പനീസ് ആർ പേയിങ് മോർ ടാക്സസ്, മോർ താരിഫ്സ് ഇൻ ഇന്ത്യ ലൈക്ക് കൺട്രീസ്. ദാറ്റ് ഈസ് ദ മെയിൻ കംപ്ലൈന്റ് ഓഫ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപ്പൊ താരിഫ് എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കൻ കമ്പനീസ് കൂടുതൽ നേരിടേണ്ടി വരുന്നു. അതേസമയത്ത് അമേരിക്ക അത്രയും താരിഫ് ഈ രാജ്യങ്ങളിലുള്ള പ്രോഡക്റ്റിന് മുകളിൽ ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇത് ഈക്വൽ ആക്കുക, അതാണ് ഈ US പ്രസിഡന്റ് നയം. അതാണ് ഈ താരിഫ്സ് അദ്ദേഹം ഏർപ്പെടുത്താനുള്ള കാരണം. അങ്ങനെ കൂടുതൽ ആക്സസ് അമേരിക്കൻ പ്രോഡക്റ്റുകൾക്കും സർവീസസിനും ലോകത്ത് കിട്ടിക്കൊണ്ട് മാഗ, അതാണ് അവരുടെ ലക്ഷ്യം. മാഗ മീൻസ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. എന്തായാലും ഈ നടപടികൾ വഴി എന്താണ് നല്ല കാര്യം US സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടറിയണം. ബിക്കോസ് since these products are heavily taxed in US, Trump is thinking US is punishing other countries like China, India, etc. But ultimately what will happen, this product will become costlier when once these products enter US market, it will become more costlier. കാര്യം ടാക്സ് കൂടുതലായിട്ട് ഏർപ്പെടുത്തിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ട് ആ പ്രോഡക്റ്റ് US-ന്റെ അകത്ത് വില കൂടുതലാവത്തില്ലേ? അപ്പൊ US-ലെ ആൾക്കാർക്ക് കൂടുതൽ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരത്തില്ലേ? ഇറ്റ് വിൽ bring more inflation into US economy. US എക്കോണമിക്ക് അത് ഒരുപാട് ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ കാരണമാവും. അത് US-ന്റെ എക്കോണമിക്ക് നല്ലതായിരിക്കും എന്ന് ഭാവി കണ്ടറിയാം. അതിനൊപ്പം താൽക്കാലികമായിട്ടെങ്കിലും ഗ്ലോബലി ഒരു എക്കണോമിക് ഡിസ്റപ്ഷൻ ഉണ്ടാവാനും ഇത് കാരണമാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്ക് ഇന്നലെ ഒരു ബ്ലഡ് ബാത്ത് ആയിരുന്നു. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഏതാണ്ട് 1000 പോയിന്റിനടുത്ത് ഇടിഞ്ഞു. അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നരായ എലോൺ മസ്കിന്റെയും ഒക്കെ സമ്പത്തിൽ വലിയ ഇടിവാണ് ഇന്നലെ ഉണ്ടായത്. ഓക്കെ, അപ്പോ അതൊക്കെ തന്നെയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. എല്ലാവരും തിരിച്ച് കൗണ്ടർ താരിഫ്സ് ഏർപ്പെടുത്താൻ പോയാണ്. അതിന്റെ റിപ്പിൾ ഇഫക്ട് ഗ്ലോബലി ഉണ്ടാവും, പ്രൊഡക്ഷൻ സ്ലോ ഡൗൺ ഉണ്ടാവും, എക്സ്പോർട്ടേഴ്സിന് ആൾട്ടർനേറ്റീവ് മാർക്കറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രാംബ്ലിംഗ് തന്നെ ഉണ്ടാവും. ചൈന, ജപ്പാൻ, ഇന്ത്യ, യൂറോപ്യൻ യൂണിയൻ എല്ലാം ഒരു ടെമ്പററി ഡിക്ലൈൻ എക്കണോമിക് ഗ്രോത്തിലുണ്ടാവും. ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ ട്രേഡിൽ കുറവുണ്ടാവും. പക്ഷെ അന്നത്തെ നിക്സന്റെ പീരീഡിലെ പോലെ അല്ല. നിക്സന്റെ പീരീഡിൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ US ആയിരുന്നു. ഇപ്പൊ അത് ചൈനയായി. അപ്പൊ അന്നത്തെ അത്ര ഇമ്പാക്ട് ഒരു പക്ഷേ ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം. ബട്ട് സ്റ്റിൽ ദർ വിൽ ബി ഇമ്പാക്ട്. അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞത് ഫസ്റ്റ് എഡിറ്റോറിയൽ. അല്ല അതിനപ്പുറം ഒന്നും പറയാനില്ല അതിന്റെ അകത്ത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. രണ്ടാമത്തെ ടേക്കൻ ടു ടാസ്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ. ടേക്കൻ ടു ടാസ്ക് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ ആന്റി ഡിഫെക്ഷൻ ലോയിലെ ചില തെറ്റുകളെ കുറിച്ചാണ്. ആന്റി ഡിഫെക്ഷൻ ലോ മീൻസ് കൂറുമാറ്റ നിരോധന നിയമം. ഇന്ത്യയിൽ 70s-ലും 80s-ലും ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഇലക്റ്റഡ് ആയതിനു ശേഷം MLA-മാരും MP-മാരും പണം വാങ്ങിക്കൊണ്ട് കൂറുമാറുമായിരുന്നു. MLA-മാരും MP-മാരും പണം വാങ്ങിക്കൊണ്ട് കൂറുമാറുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് വ്യാപകമായിട്ട് ഗവൺമെന്റുകളുടെ പതനത്തിന് വഴിതെളിച്ചു. അന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള നിയമങ്ങൾ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് വ്യാപകമായിട്ട് ഗവൺമെന്റുകൾ താഴെ പോകുന്നതിന് കാരണമായി. കാര്യം എന്താണ്? ഒറ്റയടിക്ക് കാശ് വാങ്ങിക്കൊണ്ട് ഈ MP-മാരും MLA-മാരും ഒക്കെ ഒരു സെക്കൻഡ് വ്യാപകമായിട്ട് MLA-മാരും MP-മാരും ഒക്കെ പിന്നീട് കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇന്ത്യൻ പാർലമെന്റിൽ ഇതിനെ തടയിട്ടില്ലെങ്കിൽ ഹോഴ്സ് ട്രേഡിംഗ്, കുതിര കച്ചവടം എന്ന് പറയുന്ന ഒരു പരിപാടി വഴി ഇന്ത്യയിലെ പല ഗവൺമെന്റുകൾ താഴെ പോകുന്ന ഒരു അവസ്ഥ വന്നപ്പോ 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരികയാണ്. 52nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ്, അതായത് 52ാം ഭരണഘടനാ ഭേദഗതി. 1980 ഒരു സെക്കൻഡ് ഏത് വർഷമാണ്? 1985 8 അങ്ങനെയാണ്. ഇപ്പൊ പറഞ്ഞുതരാം.
1985 തന്നെ. അപ്പൊ 1985 ആന്റി ഡിഫെക്ഷൻ ലോ വരികയാണ് 1985. കൂറുമാറ്റ നിരോധന നിയമം. ഈ കൂറുമാറ്റ നിരോധന നിയമം പിന്നെ ഒന്നുകൂടെ അമെൻഡൊക്കെ ചെയ്യുന്നുണ്ട്. ആ അമെൻമെന്റ് കൂടെ കഴിഞ്ഞപ്പോ ഒരു പാർട്ടിയിൽ ഇലക്റ്റഡ് ആയിട്ട് വേറൊരു പാർട്ടിയിലേക്ക് കൂറുമാറി കഴിഞ്ഞാൽ അയാള് ഡിസ്ക്വാളിഫൈഡ് ആവും. പക്ഷെ അതിൽ ഒരു കേവിയേറ്റ് ഉണ്ട്. അതായത് ആ പാർട്ടിയുടെ മൊത്തം MLA-മാരിൽ 2/3 ആൾക്കാരെ കൊണ്ട് കൂറുമാറിയാൽ, 2/3 ഭാഗം ആൾക്കാരെ കൊണ്ട് കൂറുമാറിയാൽ കുഴപ്പമില്ല. അതിൽ താഴെ ആൾക്കാരാണ് കൂറുമാറുന്നെങ്കിൽ അവര് ഡിസ്ക്വാളിഫൈഡ് ആവും. MLA സ്ഥാനം പോവും, MP സ്ഥാനം പോവും. പക്ഷേ അവിടെയും ചില പ്രശ്നങ്ങളുണ്ട്. ആന്റി ഡിഫെക്ഷൻ ലോ ഉണ്ടാക്കിയപ്പോ അതില് ഈ കൂറുമാറ്റ നിരോധന നിയമം ഉണ്ടാക്കിയപ്പോ അതില് കൂറുമാറ്റം ഒരാൾ ചെയ്താൽ അയാളെ ഡിസ്ക്വാളിഫൈ ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം സ്പീക്കറിനാണ് കൊടുത്തേക്കുന്നത്. സംസ്ഥാന നിയമസഭകളിൽ സ്പീക്കർ കാണൂല്ലേ? കേരളത്തിൽ ഷംസീർ ആണല്ലോ. സെൻട്രൽ ഗവൺമെന്റിൽ ഓം ബിർള ലോക്സഭയിലെ സ്പീക്കറാണ്. അപ്പൊ അവരാണ് തീരുമാനിക്കേണ്ടത്. തീരുമാനിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എടുക്കുന്നതിന് ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടില്ല. തീരുമാനം എടുക്കുന്നതിന് ഒരു ടൈം ഫ്രെയിം കൊടുത്തിട്ടില്ല. അവർക്ക് എത്ര സമയം കൊണ്ട് ഇത് തീരുമാനിക്കണം? 1 മാസത്തിനകം തീരുമാനിക്കണോ? 2 മാസത്തിനകം തീരുമാനിക്കണോ? 3 മാസത്തിനകം തീരുമാനിക്കണോ? ഈ 52nd അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആന്റി ഡിഫെക്ഷൻ ലോ അത് പറയുന്നില്ല. ഇന്ത്യയിലെ സ്പീക്കർമാർ നിഷ്പക്ഷമായിരിക്കണം. പക്ഷെ ഒരു സ്പീക്കറും നിഷ്പക്ഷമല്ല. കാരണം അവരൊരു ഭരണകക്ഷിയുടെ MLA ആയിട്ടായിരിക്കും ഇലക്ട് ചെയ്യപ്പെടുന്നത്. ബ്രിട്ടനിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഇലക്ട് ചെയ്യപ്പെട്ടാലും അവർ സ്പീക്കർ ആകുമ്പോൾ ആ MLA അവിടുത്തെ ആ ഒരു പൊസിഷൻ രാജിവെക്കണമെന്നാണ്. ഇവിടെ ആരും അങ്ങനെ രാജിവെക്കുന്നില്ല. അങ്ങനെയുള്ള പ്രൊവിഷനും ഇല്ല. MLA തന്നെ ആയിരിക്കും ആ പാർട്ടിയുടെ. പക്ഷെ അയാൾ നിഷ്പക്ഷൻ എന്നൊക്കെ പറയും, പക്ഷെ നിഷ്പക്ഷനായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കൂറുമാറ്റങ്ങൾ വരുമ്പോൾ അതിൽ ഡിസിഷൻ സ്പീക്കർ എടുക്കാൻ തയ്യാറാവുന്നില്ല. മഹാരാഷ്ട്രയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായപ്പോൾ അവിടുത്തെ സ്പീക്കർ അവസാനം സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് എന്തെങ്കിലും കാലങ്ങൾക്ക് ശേഷം അങ്ങനെ തീരുമാനം എടുക്കാൻ തയ്യാറാവുന്നത്. തെലങ്കാനയിൽ ഇപ്പോ കോൺഗ്രസ് ഭരിക്കുന്ന രേവന്ത് റെഡ്ഡിയുടെ പാർട്ടി, രേവന്ത് റെഡ്ഡിയാണ് ചീഫ് മിനിസ്റ്റർ. തെലങ്കാന ചീഫ് മിനിസ്റ്റർ രേവന്ത് റെഡ്ഡി. കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ പ്രതിപക്ഷമായ BRS എന്ന് പറയുന്ന പാർട്ടിയുടെ കുറെ MLA-മാര്, 10ഓളം MLA-മാര് കൂറുമാറി. അപ്പൊ ആ കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ അവരെ കൊണ്ടുവന്ന് അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യണമെന്ന് ഈ TRS പാർട്ടി ആവശ്യപ്പെട്ടു. പക്ഷെ സ്പീക്കർ ഒന്നും ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല. ഇതിപ്പോ സുപ്രീം കോടതിയിൽ എത്തിയേക്കാണ്. ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് സ്പീക്കർക്ക് തന്നെയാണ് അവകാശം ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്. അതിൽ ഞങ്ങൾ ഇടപെടാൻ ആളല്ല. പക്ഷേ ഇതിലൊരു ടൈം ഫ്രെയിം വെക്കാനുള്ള അവകാശം നമുക്കുണ്ട്. നമ്മളത് കൊണ്ടുവരും. അതല്ലേ എത്രയും പെട്ടെന്ന് ചെയ്തോളണം സ്പീക്കർമാര് എന്നാ പറഞ്ഞേക്കണം. എന്നിട്ട് കോടതി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കുക, ഈ സ്പീക്കർമാർക്ക് ഇതിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം എടുത്ത് കളയണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടുത്തെ ഗവൺമെന്റുകൾ സമ്മതിക്കത്തില്ല. കാര്യം എന്താണ്? അവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഉപയോഗം വരുന്നതാണ്. ഒപ്പോസിഷനും അതിൽ വലിയ താല്പര്യം കാണുന്നത്. നാളെ അവർ ഭരണമായാൽ അവർക്കും ഇത് ചെയ്യേണ്ടതാ. അപ്പൊ സ്പീക്കർ ആണെങ്കിൽ അവരാളായിരിക്കും. അപ്പൊ അയാള് എങ്ങനെയെങ്കിലുമൊക്കെ അവർ സംരക്ഷിച്ചോളും. സ്പീക്കറിന് പകരം ഒരു ഇൻഡിപെൻഡന്റ് സംവിധാനം, ഒരു ട്രിബ്യൂണൽ പോലെ വരണം ഇതിൽ ഡിസിഷൻ എടുക്കാൻ. അതാണ് ഏറ്റവും നല്ല കാര്യം. ഇമ്പാർഷ്യലായിട്ട് നിയമപരമായിട്ട് ചെയ്യും. പക്ഷെ അത് ഇവിടുത്തെ പൊളിറ്റീഷ്യന്മാരാണല്ലോ ലെജിസ്ലേച്ചറിന്റെ അകത്ത് നിയമം കൊണ്ടുവരേണ്ട. അവർ കൊണ്ടുവരില്ല. മനസ്സിലായോ? ഇതിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഇത്രയേ ഉള്ളൂ എഡിറ്റോറിയൽ. ഇനി ഈ ഒരു ആർട്ടിക്കിൾ ഉണ്ട്, എ കേസ് ഫോർ ദ ഗ്ലോബൽ സൗത്ത് ഇൻ സെക്യൂറിംഗ് യുക്രൈൻ പീസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. യുക്രൈനില് യുദ്ധം അവസാനിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുണ്ട്. ബിക്കോസ് ഡൊണാൾഡ് ട്രംപ് ഈസ് ആക്റ്റീവ്ലി പർസ്യൂയിങ് എ സീസ്ഫയർ അഗ്രിമെന്റ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ. Recently he made some advancements also after doing discussion with Russian representatives and Ukraine government in Saudi Arabia. Saudi Arabia വെച്ചാണ് മീറ്റിംഗ്സ് ഒക്കെ നടന്നത്. കുറെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോ നാളെ യുദ്ധം അവസാനിച്ചാൽ ഒരു സമാധാന സേന യുക്രൈനിൽ ഉണ്ടാവണം. ആ സമാധാന സേന യൂറോപ്യൻ രാജ്യങ്ങളുടേത് ആയിരിക്കണം എന്നാണ് യുക്രൈൻ ആവശ്യപ്പെടുന്നതും യൂറോപ്യൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നതും. UK-യും ഫ്രാൻസും ഒക്കെ ആ രീതിയിലുള്ള ഡിസ്കഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും UK-യുടെ പ്രൈം മിനിസ്റ്റർ, ഇംഗ്ലണ്ടിന്റെ പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമറും ഒക്കെ ഈ ഇടയ്ക്ക് ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു ഇതിനെക്കുറിച്ച് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട്. പക്ഷേ റഷ്യക്ക് അതൊട്ടും അക്സെപ്റ്റബിൾ അല്ല. യൂറോപ്യൻ സമാധാന സേന അല്ലെങ്കിൽ യൂറോപ്യൻ പീസ് കീപ്പിംഗ് മിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിമിലർ ടു നാറ്റോ എന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. നാറ്റോ മീൻസ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. USA-യുടെ നേതൃത്വത്തിലുള്ള മിലിറ്ററി അലയൻസ്. ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിന്റെ ക്യാപിറ്റലായ ബ്രസൽസിലാണ് നാറ്റോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അപ്പൊ നാറ്റോയില് യുക്രൈൻ ചേരുന്നതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് റഷ്യ ഇപ്പൊ യുക്രൈനെ ആക്രമിക്കുന്നത്. അപ്പൊ ആ നാറ്റോയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ഫോഴ്സ് യുക്രൈനിൽ വന്നാൽ റഷ്യക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല.
അപ്പൊ ശശി തരൂര് ഇതിന്റെ അകത്ത് എഴുതിയേക്കുന്നത്, ശശി തരൂർ മാത്രമല്ല, അദ്ദേഹത്തിനോട് വേറൊരാളും കൂടെ ഉണ്ട്. ഭയങ്കര അത് നൈസ് ഒരു സജഷൻ ആണ് കേട്ടോ. ശശി തരൂര് പറഞ്ഞത് വളരെ നൈസ് സജഷൻ ആണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഗ്ലോബൽ സൗത്ത് എന്ന് അറിയപ്പെടുന്ന ഡെവലപ്പിംഗ് നേഷൻസിനെയാണ് ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്നത്. ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. ഇന്ത്യ ഈസ് എ ലോങ് ഹിസ്റ്ററി ഓഫ് ലീഡിംഗ് UN peacekeeping missions, peacekeeping missions in various parts of the world. പാലസ്റ്റീനിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂഗോസ്ലാവിയയിലും ഒക്കെ ഇന്ത്യയുടെ UN peacekeeping missions ഉണ്ടായിരുന്നു. ഇന്ത്യ held leadership positions in all those peacekeeping missions, and India did commendable job also. അപ്പൊ ഇന്ത്യയുടെ നേതൃത്വത്തില്, ഗ്ലോബൽ സൗത്ത് നേഷൻസിന്റെ നേതൃത്വത്തില്, ആഫ്രിക്കയിലേക്ക് രാജ്യങ്ങളുടെ നേതൃത്വത്തില്, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ രാജ്യങ്ങളുടെ നേതൃത്വത്തില് ഒരു സമാധാന സേന UN peacekeeping മിഷൻ എന്നുള്ള പേരില് യുക്രൈനിൽ വരണം. അവർക്ക് യൂറോപ്പിൽ നിന്നുള്ള അസിസ്റ്റൻസ് കിട്ടണം, USA എന്നുള്ള അസിസ്റ്റൻസ് കിട്ടണം, ഫണ്ടിങ് കിട്ടണം. അങ്ങനെ അതായിരിക്കും റഷ്യക്ക് അക്സെപ്റ്റബിൾ. അതായിരിക്കും അവിടെ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ലോകക്രമത്തിൽ ഉള്ള ഇമ്പോർട്ടൻസ് വെളിപ്പെടുത്താനും സമാധാനം നിലനിർത്താനും ആ രാജ്യങ്ങൾക്ക് ചെലുത്താവുന്ന ഇൻഫ്ലുവൻസ് ലോകത്തിന് കാണിച്ചു കൊടുക്കാനും ഒക്കെ അത്തരത്തിലുള്ള ഒരു നടപടി സഹായിക്കും. സോ അതിന് ഇന്ത്യ ഇനിഷ്യേറ്റീവ് എടുക്കണം. യൂറോപ്പും US ഒക്കെ അത് അക്സെപ്റ്റ് ചെയ്യണം. റഷ്യ എന്തായാലും അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള 100% ഉറപ്പാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് വേ ടു കീപ് പീസ് ഇൻ യുക്രൈൻ എന്നാണ് തരൂര് പറഞ്ഞേക്കുന്നത്. വളരെ ശരിയാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് ആർട്ടിക്കിളിന്റെ കണ്ടന്റ്. സെക്കൻഡ് ആർട്ടിക്കിളിന്റെ കണ്ടന്റ് പീപ്പിൾ സ്റ്റിൽ വെയിറ്റിംഗ് ടു മൂവ് ഔട്ട് ഓഫ് ദ മാർജിൻസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിളാണ്. അത് ഇന്ത്യയിലെ ട്രാൻസ്ജെൻഡേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ്. ട്രാൻസ്ജെൻഡേഴ്സ് മാത്രമല്ല, LGBTQ കമ്മ്യൂണിറ്റിയൊക്കെ നേരിടുന്ന ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ LGBTQ കമ്മ്യൂണിറ്റി ഇല്ലേ, അവര് മെയിൻലി ട്രാൻസ്ജെൻഡേഴ്സ് ആയി പ്രശ്നങ്ങൾ നേരിടുന്നു. അവർ നേരിടുന്ന സോഷ്യൽ റിജക്ഷൻ, എക്കണോമിക് ഹാർഡ്ഷിപ്സ്, അൺഎംപ്ലോയ്മെന്റ്, lack of education, all these things are discussed in this article. ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടായിട്ടുണ്ട്. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019. പക്ഷേ ആ നിയമം പോലും ഒട്ടുമേ ഇഫക്റ്റീവ് അല്ല എന്നാ പറഞ്ഞേക്കുന്നത്. ഇന്ത്യയിലെ പ്രൈവറ്റ് കമ്പനീസ് പോലും ട്രാൻസ്ജെൻഡേഴ്സിന് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് കൊടുക്കാനോ അവരെ കൂടെ ഈ എംപ്ലോയ്മെന്റ് കൊടുക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല. എഡ്യൂക്കേഷണൽ സ്പേസസിൽ അവർ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യം വരുമ്പോൾ അവർക്ക് എക്സ്പെർട്ടൈസ് ഉള്ള ഡോക്ടേഴ്സിന്റെ സേവനം ലഭിക്കുന്നില്ല. ഈ പറഞ്ഞ എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരിൽ മെജോറിറ്റിയും പുവറാണ്. അവരുടെ ലിറ്ററസി റേറ്റ് ഇന്ത്യയിലെ ആവറേജ് ലിറ്ററസി റേറ്റിനെക്കാളും ഒരുപാട് കുറവാണ്. അപ്പം ആ പറഞ്ഞ കാര്യങ്ങളൊന്ന് അഡ്രസ് ചെയ്യാൻ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 കഴിയുന്നില്ല. സോഷ്യൽ സ്റ്റിഗ്മ നേരിടേണ്ടി വരുന്നവർക്ക്, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. മനസ്സിലായോ? അവർക്ക് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് എന്ന് പറഞ്ഞ സ്കീം ഉണ്ടല്ലോ, ഇന്ത്യയിലെ 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തുകൊണ്ട് ഹെൽത്ത് ഒക്കെ അത്രയും ഫ്രീ ആയിട്ട് വർഷം തോറും ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാർഡ്, അതിനകത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമുണ്ട്. പക്ഷെ അതിന്റെ പോലും കാർഡുകൾ പോലും അവർക്ക് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നില്ല. ആയുഷ്മാൻ ഭാരത് TG+ എന്നാണ് അറിയപ്പെടുന്നത്. അതിന് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ട് മിക്ക രാജ്യങ്ങളിൽ അവർ സ്വയം സർട്ടിഫൈ ചെയ്താൽ മതി, സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി. പക്ഷെ ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണ് ഈ സാക്ഷ്യപ്പെടുത്തലൊക്കെ വേണ്ടത്. അപ്പൊ അതിന് തന്നെ വലിയ ഡിലേ നേരിടുന്നത്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഗ്രൗണ്ട്സ് സാറ്റർഡേയില് പത്രത്തിൽ ഒരുപാട് ആർട്ടിക്കിൾസ് കുറവായിരിക്കും. ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജ് ഒന്നും ഇല്ല. അപ്പൊ അത് ആ പേജ് നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. ഇനി ന്യൂസ് പേജിലേക്ക് പോകുമ്പോൾ വളരെ നല്ലൊരു ന്യൂസ് ഉണ്ട്. മണിപ്പൂർ ക്രൈസിസ്, കുക്കി സോ ആൻഡ് മെയ്റ്റി സിവിൽ സൊസൈറ്റി ഗ്രൂപ്പ്സ് ടു മീറ്റ് ഇൻ ഡൽഹി ടുഡേ. 2023 കുക്കി മെയ്റ്റി കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. ദ ഇമ്മീഡിയറ്റ് റീസൺ ഫോർ ദാറ്റ് ഈസ് മണിപ്പൂർ ഹൈക്കോടതി വേർഡിക്റ്റ്. മെയ്റ്റീസിനെ കൂടെ ട്രൈബൽസ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് ST സ്റ്റാറ്റസും അതിന്റെ റിസർവേഷനും കൊടുക്കണമെന്ന് മണിപ്പൂർ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നു. അതാണ് ദ ഇമ്മീഡിയറ്റ് ട്രിഗർ ഓഫ് ദിസ് റയറ്റ് ഇൻ മണിപ്പൂർ. കുക്കി കമ്മ്യൂണിറ്റി ഓൾറെഡി ST ആണ്. അവർ വിചാരിച്ച അവരുടെ ആനുകൂല്യങ്ങൾ അതുവഴി നഷ്ടപ്പെടുമെന്ന്. അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്.
അതിനുശേഷം ഇന്ന് വരെ ഈ രണ്ട് കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ ട്രസ്റ്റ് ഉണ്ടായിട്ടില്ല. അതിനുവേണ്ടി ഗവൺമെന്റ് ഇപ്പോ ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ബീരേൻ സിംഗ് വാസ് resigned from Manipur, and after that president's rule was imposed. Now Manipur is under president's rule. Ajay Bella, the former Home Secretary of India, is now the governor of Manipur, and he is doing some commendable work there. Now Manipur is back to almost normalcy. Now in Delhi, under the aegis of Home Ministry, because Home Ministry is the responsible person for maintaining the internal security of India. So this is a matter concerned with Home Ministry. So they are holding discussion with the Meitei and Kuki civil society groups. അതൊക്കെ സമാധാനത്തിലേക്കുള്ള കൂടുതൽ നല്ല ചുവടുവയ്പ്പുകളാണ്. പിന്നെ ഇന്ത്യയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ കിരൺ റിജുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പാർലമെന്ററി അഫയേഴ്സിന്റെയും മൈനോറിറ്റി അഫയേഴ്സിന്റെയും മിനിസ്റ്ററാണ് കിരൺ റിജു. മണിപ്പൂരിലെ പ്രസിഡന്റ്സ് റൂള് ഇന്നലെ ഇന്ത്യൻ പാർലമെന്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. വൺസ് പ്രസിഡന്റ് റൂള് ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2 months അത് പാർലമെന്റിൽ അപ്രൂവൽ കിട്ടണമെന്നാണ് ഇവിടെ പറയുന്നുണ്ടത്. Rules dictate that the presidential rule has to be approved by the parliament within 2 months of the proclamation. അപ്പൊ അതാണ് വൺസ് ഒരു അടുത്ത പ്രസിഡന്റ് റൂൾ പ്രൊക്ലമേഷൻ നടത്തിയാൽ 2 monthsനകം പാർലമെന്റ് അത് അപ്രൂവ് ചെയ്യണം. അതും അറിഞ്ഞു വെച്ചേക്കണം. വലിയ വേറെ ന്യൂസ് ഉള്ള, മോഡി റീച്ചസ് കൊളംബോ ഫ്രം Thailand after attending BIMSTEC summit. Modi is now in Sri Lanka to visit Sri Lanka and to hold discussion with Sri Lankan's new president Anurag Kumara Dissanayake. ശ്രീലങ്കയായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫിഷർമെന്നിന്റെ ഇഷ്യൂ ആണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഫിഷർമെന്നിനെ പലപ്പോഴും ശ്രീലങ്കൻ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടാറുണ്ട്. ദാറ്റ് ഈസ് വൺ ഇഷ്യൂ. Next issue is a lot of Tamilians are staying there. Sri Lankan Tamilians, previously they were Indians. അവിടുത്തെ സിവിൽ വാറിന്റെ എൻഡിന് ശേഷം, തമിഴ് പുലികൾ അല്ലെങ്കിൽ LT ടീമായിട്ടുള്ള വാറിന്റെ എൻഡിന് ശേഷം, lot of them were displaced and they lost their homes. അപ്പൊ നോർത്തേൺ പാർട്ട് ഓഫ് ശ്രീലങ്കയിൽ അവർ താമസിക്കുന്ന അവർക്ക് ഷെൽട്ടർ എല്ലാം കൊടുത്ത് അവർക്ക് കൂടുതൽ സ്വയംഭരണം കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. ആൻഡ് ഓൾസോ ശ്രീലങ്ക വാസ് അണ്ടർ സിവിയർ എക്കണോമിക് പ്രോബ്ലംസ് റീസെന്റ് ആൻഡ് ഇന്ത്യ ഗേവ് എ ലോട്ട് ഓഫ് ഫിനാൻഷ്യൽ എയ്ഡ് ടു ശ്രീലങ്ക. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഡിസ്കഷൻ. പിന്നെ ഇന്ത്യയുടെ ശ്രീലങ്കയിലെ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചുള്ള ഡിസ്കഷൻ. ഇതൊക്കെയാണ് മെയിൻലി അത് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു ന്യൂസ് കാണാം. ശ്രീലങ്കയിലാണ് ഇപ്പൊ മോദി. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ, ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ, ഇന്ത്യയുടെ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രി, ഇവരെല്ലാവരും മോദിക്കൊപ്പം ഉണ്ടെന്നും ഈ വാർത്തയിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫട്നാവിസുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ പോലെ ഒരു ഇത് കാണാം. പിന്നെ ഇന്ത്യയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് സെഷൻ ഓഫ് 18th ലോക്സഭ. ഇപ്പോഴത്തെ ലോക്സഭ എത്രയാണ്? 18th. മീൻസ് ലാസ്റ്റ് മെയ് ഇലക്ഷൻ വാസ് കണ്ടക്ടഡ് ഫോർ സെലക്ടിംഗ് ന്യൂ ലോക്സഭ. ദാറ്റ് ഈസ് ദ 18th ലോക്സഭ. 18th ലോക്സഭയുടെ ഫസ്റ്റ് ബഡ്ജറ്റ് സെഷനാണ് ഇപ്പൊ കഴിഞ്ഞത്. അതിനെ കുറിച്ചുള്ള ന്യൂസുകൾ കാണാം. പിന്നെ ഓം ബിർള, ഇന്ത്യയുടെ ലോക്സഭയുടെ സ്പീക്കറിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാം. പിന്നെ താഴോട്ട് ഫുൾ പൊളിറ്റിക്കൽ ന്യൂസ്, അവിടെ അതൊന്നും വേണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ മനോജ് കുമാർ, ബോളിവുഡ് സിനിമകൾ കാണുന്ന, ഹിന്ദി സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് അറിയാം, പഴയ കാലഘട്ടത്തിൽ ഒരു വലിയ നടനായിരുന്നു മനോജ് കുമാർ. He is no more. He passed away yesterday. മനോജ് കുമാർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈക്കോർട്ടാണ് അലഹബാദ് ഹൈക്കോർട്ട്. ഏറ്റവും വലിയ ഹൈക്കോർട്ട് മീൻസ് maximum number of judges are there in Allahabad High Court. That's why Allahabad High Court is known as the biggest high court of India. It is in Uttar Pradesh. Allahabad Uttar Pradeshിലാണെന്ന് എല്ലാവർക്കും അറിയാം. SC directs CEC to survey forests in Agastyamalai for encroachment. അഗസ്ത്യമല എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലുമായിട്ട് കിടക്കുന്ന വെസ്റ്റേൺ ഗട്ട്സ്, പശ്ചിമഘട്ടത്തിലുള്ള കുറച്ച് ഫോറസ്റ്റ് ഏരിയ ആണ് അഗസ്ത്യമല. അവിടെ കുറെ എൻക്രോച്ച്മെന്റ് ഒക്കെ ഉണ്ടായി എന്നുള്ള പേരിലാണ് ഇപ്പൊ അവിടുത്തെ സർവേ നടത്താൻ പറഞ്ഞേക്കാണ് ഇന്ത്യയുടെ സെൻട്രൽ എംപവേർഡ് കമ്മിറ്റി എന്നുള്ള സംഭവമുണ്ട് അവരെടുത്ത്. ആര് പറഞ്ഞേക്കുന്നു? സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ. യുനെസ്കോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ്, ബയോസ്ഫിയർ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രദേശമാണ് അഗസ്ത്യമല എന്ന് പറയുന്നത്. യുനെസ്കോ ഓൾറെഡി വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട്
വെസ്റ്റേൺ ഗട്ട്സിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു പ്രദേശമാണ് വെസ്റ്റേൺ ഗട്ട്സ്. അതുകൊണ്ടാണ് മാധവ് ഗാഡ്ഗിലിനെ കൊണ്ടുവന്ന് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയത്. എന്തിന്? നമ്മളെ ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ആ ഗാഡ്ഗിൽ കമ്മിറ്റി ഇവിടെ നിന്ന് ഓടിച്ചു വിടിയാണ് നമ്മൾ മലയാളികൾ ചെയ്തത്. അറ്റ്ലീസ്റ്റ് ഇടുക്കി അല്ലെങ്കിൽ അവിടേക്കുള്ള ആൾക്കാരെങ്കിലും അതിന്റെ ദൂഷ്യഫലങ്ങളാണ് ഇന്ന് നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്ന മനുഷ്യനെയാണ്, എക്കോളജിസ്റ്റിനെയാണ്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് എന്ന് പറയുന്ന യുണൈറ്റഡ് നേഷൻസിന്റെ UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന സംഘടന കൊടുക്കുന്ന അവാർഡൊക്കെ കിട്ടിയ മനുഷ്യനാണ് മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിൽ കേട്ടിട്ടുണ്ടായിരിക്കും, മലയാളം എല്ലാവരും ആ പേര് കേട്ടിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷനാണ് UNEP യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. അവരുടെ ഗ്ലോബൽ അവാർഡാണ് ചാമ്പ്യൻസ് ഓഫ് എർത്ത് അവാർഡ്. അത് കിട്ടിയിട്ടുള്ള മനുഷ്യനാണ് മാധവ് ഗാഡ്ഗിൽ. ഇപ്പൊ വെസ്റ്റേൺ ഗട്ട്സിന്റെ പാർട്ടാണ് അഗസ്ത്യമല. അഗസ്ത്യമലയെ ബയോസ്ഫിയർ ആയിട്ട് യുനെസ്കോ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഏതാണ്ട് 3500 കിലോമീറ്റർ. പക്ഷെ അവിടെ ഒരുപാട് ഇപ്പൊ എൻക്രോച്ച്മെന്റ്സ് ഒക്കെ നടക്കും. പിന്നെ ഇന്ത്യ ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് ഹൻസ. എന്താണ് ഹൻസ? ഈ എയർക്രാഫ്റ്റ് CSIR കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി ആണ് ഡെവലപ്പ് ചെയ്തത്. NAL അവര് ഇനി അത് പയനിയർ എന്ന് പറയുന്ന പയനിയർ ക്ലീൻ AMPS പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിക്ക് അതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് അതിനി പ്രൈവറ്റ് മേഖലയിൽ മാനുഫാക്ചർ ചെയ്യാൻ പോയാണ് ഈ ഹൻസ എന്ന് പറയുന്ന ട്രെയിനർ പ്ലെയിൻസ്. NAL എന്ന് പറഞ്ഞാൽ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി. അത് CSIR ആണ്, കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ ആണ് NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി. എനിക്കൊന്ന് ബാംഗ്ലൂർ ആണെന്ന് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നോക്കിക്കോളണം. അപ്പൊ ആ NAL ഈ പറഞ്ഞ ഹൻസ ട്രെയിനർ പ്ലെയിൻസ് ഉണ്ടാക്കാനുള്ള റൈറ്റ്സ് ഒക്കെ പയനിയർ AMPS പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനി കൊടുക്കാൻ പോയ അതിനെ കുറിച്ചൊരു ന്യൂസും കാണാം. ഇനി അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഈ US-ന്റെ താരിഫ് മൂലം ഇന്ത്യയുടെ GDP-യിൽ 0.3% വരെ കുറവ് വന്നേക്കാം. അതിനൊരു ചാൻസ് ആണ്, മാക്സിമം അത്ര വരെ. അതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പിന്നെ അത് മൂലം ഇന്നലെ താരിഫ് മൂലം ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇടിഞ്ഞു. അത് ഞാൻ നേരത്തെ പറഞ്ഞാണ്. സെൻസെക്സ് മീൻസ് ദ ഇൻഡെക്സ് ഓഫ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നിഫ്റ്റി മീൻസ് ഇൻഡെക്സ് ഓഫ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി. അതൊക്കെ ഇന്നലെ ഇടിഞ്ഞു. അതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ കാണാം. ഇന്ത്യ സർവീസ് സെക്ടർ ഗ്രോത്ത് മോഡറേറ്റ്സ് ഇൻ മാർച്ച്. PMI മീൻസ് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം. PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിന്റെയും സർവീസ് സെക്ടറിന്റെയും ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് PMI, പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. എനി റീഡിംഗ് എബോവ് 50 ഈസ് ഇൻഡസ്ട്രിയൽ എക്സ്പാൻഷൻ. അത് സർവീസ് സെക്ടർ ആണെങ്കിലും മാനുഫാക്ചറിംഗ് സെക്ടർ ആണെങ്കിലും. ഇപ്പൊ അത് 58 പോയിന്റ് സംതിങ് ആണ്. സോ അത് ഇപ്പൊ ഇന്ത്യ ഗ്രോത്ത് തന്നെയാണ്, പക്ഷെ കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇത്തിരി കുറഞ്ഞു പോയി. അപ്പൊ അതൊക്കെ അവിടെ കാണാം. അതിനടുത്ത പേജിൽ പോകുമ്പോ യൂറോപ്പ് ആൻഡ് കാനഡ ടു സ്പെൻഡ് മോർ ഓൺ ഡിഫൻസ് ബട്ട് ആർ കൂൾ ഓൺ US ഡിമാൻഡ്സ് എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. യൂറോപ്പും കാനഡയും നാറ്റോയുടെ മെമ്പേഴ്സ് ആണ്. നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാണ്, ആ നാറ്റോയ്ക്ക് വേണ്ടി കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യുന്ന US ആണ്. യൂറോപ്യൻ കൺട്രീസും കാനഡയെ കൂടുതൽ സ്പെൻഡ് ചെയ്യണമെന്ന് US ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ടായിരിക്കണം ഇവ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കണം നാറ്റോയ്ക്ക് വേണ്ടിയിട്ട്. നാറ്റോയിലെ കക്ഷികൾ, നാറ്റോ മെയിൻലി യൂറോപ്പും US ആണ് അതിലുള്ളത്. പിന്നെ സൗത്ത് കൊറിയയുടെ കോർട്ട് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്ന യൂൺ സുക് ഇയോളിനെ ഇംപീച്ച് ചെയ്ത് പുറത്താക്കിയതിന് ശരിവെച്ചു എന്നും ഒരു ന്യൂസ് ഉണ്ട്. അതൊക്കെ വലിയ പ്രാധാന്യമൊന്നുമില്ല, അങ്ങനെ പുറത്തായ എന്തായാലും. യൂൺ സുക് ഇയോൾ, ഫോമർ പ്രസിഡന്റ് ഓഫ് സൗത്ത് കൊറിയ. അത്രയൊക്കെയാണ് ആ പേജിലുള്ളത്. ഇപ്പൊ ഏതാണ്ട് കഴിഞ്ഞു കാര്യം. സ്പോർട്സിൽ സ്പോർട്സിൽ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. ബീഹാറിൽ വെച്ചാണ് ഇപ്രാവശ്യത്തെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കാൻ പോണ. ബീഹാറിൽ വെച്ച് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്. പിന്നെ ഫോർമുല 1 ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സ് നടക്കാൻ പോണു. അത് നടക്കട്ടെ. അടുത്ത ദിവസത്തെ പത്രത്തിൽ അത് ആര് ജയിച്ചെന്ന് വരും, അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫോർമുല 1 വേൾഡിലെ ഫാസ്റ്റസ്റ്റ് സ്പോർട്സ് ആണ് ഫോർമുല 1. നെക്സ്റ്റ് പേജ് വേണ്ട, അതിനടുത്ത പേജ് വേണ്ട, വീക്കെൻഡ് സ്പോർട്ട് എന്നുള്ള പേജൊന്നും വേണ്ട. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഫുൾ IPL-നെ കുറിച്ചാണ്, അത് നമുക്ക് വേണ്ട. അതിനടുത്ത പേജ് പോകുമ്പോൾ ഞാൻ 1-2 പേരുകൾ പറഞ്ഞു തരാം. ഇപ്പോഴത്തെ ബാങ്ക് എക്സാംസിനൊക്കെ പേര് തന്നിട്ട് അവർ ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിക്കാറുണ്ട്. സപ്തക് തൽവാർ ഗോൾഫ് പ്ലെയർ ആണ് സപ്തക് തൽവാർ. പിന്നെ നീരജ് ചോപ്രയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. അത് ആരെന്ന് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമില്ല. 2 തവണ ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡലും സിൽവർ മെഡലും നേടിയ മനുഷ്യനാണ് നീരജ് ചോപ്ര.
അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഹരിയാനയിലെ പഞ്ച്കുളയിൽ വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ജാവലിൻ ത്രോവേഴ്സ് വരികയാണ്. അവിടെ വെച്ച് ഒരു ജാവലിൻ ഇവന്റ് വരികയാണ്, വേൾഡ് ജാവലിൻ ഇവന്റ്. എവിടെയാണ്? പഞ്ച്കുള ഈസ് ഇൻ ഹരിയാന. അതിന് വേൾഡിലെ അത്ലറ്റിക്സിനെ ഗവേൺ ചെയ്യുന്ന ഒരു ബോഡിയാണ് വേൾഡ് അത്ലറ്റിക്സ്. അവരാണ് വേൾഡിലെ അത്ലറ്റിക്സിനെ ഗവേൺ ചെയ്യുന്നത്, വേൾഡ് അത്ലറ്റിക്സ്. അതിന്റെ അപ്രൂവൽ കിട്ടി. അപ്പൊ ഇനി മുതൽ വർഷം തോറും മിക്കവാറും പഞ്ച്കുളയിൽ വെച്ച് ഇങ്ങനെ ഒരു ഇവന്റ് കാണും വേൾഡ് അത്ലറ്റിക്സിന്റെ അപ്രൂവലോടുകൂടി. വേൾഡ് അത്ലറ്റിക്സിന്റെ ചീഫിന്റെ പേരാണ് സെബാസ്റ്റ്യൻ കോയ്. വേൾഡിലെ അത്ലറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ, ഇപ്പൊ ക്രിക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ICC, ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ, ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്ന ഫിഫ എന്നൊക്കെ പറയുന്ന പോലെ അത്ലറ്റിക്സിനെ കൺട്രോൾ ചെയ്യുന്ന വേൾഡ് അത്ലറ്റിക്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, അതിന്റെ ചീഫാണ് സെബാസ്റ്റ്യൻ കോയ്. പിന്നെ ഇന്ത്യൻ ടീം അസംബിൾസ് ഫോർ ബില്ലി ജീൻ കിങ് കപ്പ്. അത് പഠിച്ചു വെച്ചോളാം. ബില്ലി ജീൻ കിങ് കപ്പ് എന്ന് പറഞ്ഞാല് വേൾഡിലെ ഫീമെയിൽ ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. അതിൽ ടീംസാ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. ഇന്ത്യ, USA, കാനഡ, അങ്ങനെ ഓസ്ട്രേലിയ, അങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. പക്ഷെ ടീമാണ്, പക്ഷേ ലേഡീസിനെ പങ്കെടുക്കാൻ പറ്റും. ഡേവിസ് കപ്പ് ആണെങ്കിൽ ആണുങ്ങൾക്ക് മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഡേവിസ് കപ്പ്, DAVIS. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ. എല്ലാം ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി കമ്മിങ് ഡേയ്സിൽ ഒരു 4-5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും കാണും. പിന്നെ ഒരു തേഴ്സ്ഡേ തൊട്ട് നെക്സ്റ്റ് ഫ്രൈഡേ തൊട്ട് ഒരു 4-5 ദിവസം എനിക്ക് പറ്റത്തില്ല. പിന്നെ ഞാൻ റെഗുലർ ആയിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.